ഞാനിവിടെ ജസ്റ്റ് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ സി എച്ച് ഇസ് ഈക്വൽ ടു 127. ക്യാരക്ടർ സി എച്ച് ഈക്വൽ ടു 127 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്യാരക്ടർ പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡീഫോൾട്ട് ആയിട്ട് സൈൻഡ് ആയിരിക്കും. അപ്പൊ അതിന്റെ മീനിങ് തൊട്ടാ സൈൻഡ് ക്യാരക്ടർ സി എച്ച് ആണ്. സൈൻഡ് ക്യാരക്ടറിൽ നമ്മൾ വാല്യൂ ഓഫ് റേഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് 0 to 127. 0 to 127 വരെ പോസിറ്റീവ് വാല്യൂ, -1 to -128 വരെയാണ് അതിന്റെ നെഗറ്റീവ് വാല്യൂ. ഇവിടെ നമ്മൾ ക്യാരക്ടർ സി എച്ച് 127 പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ക്യാരക്ടർ സി എച്ച് 127 പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ പെർസെന്റേജ് ഡി വെച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ തന്നെ പ്രിന്റ് ചെയ്യും. ഈ പ്രോഗ്രാമിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ സേവ് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് കമ്പയർ ചെയ്യാണ്. GCC program.c അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്യണം. അപ്പൊ കണ്ട സി എച്ച് ഇസ് ഈക്വൽ ടു 127 കിട്ടി. പക്ഷെ ഈ 127 പകരം ഞാൻ ജസ്റ്റ് ഒരു 130 കൊടുത്തിരിക്കാം. ഞാൻ 3 വാല്യൂ കൂട്ടി. അപ്പൊ നമുക്ക് ശരിക്കുള്ള ഔട്ട്പുട്ട് എന്താ കിട്ടുന്നത്? 130 നല്ല കിട്ടുക. കാരണം 130 വാല്യൂ ഇതിന് ഓവർഫ്ലോ ആണ്. നമ്മുടെ വാല്യൂ പോസിറ്റീവ് വാല്യൂ 0 to 127 വരെയുള്ളത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എത്ര കിട്ടുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ 130 - 256 ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ശരിക്കുള്ള ഔട്ട്പുട്ട് എന്താണെന്ന് വരാൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ ആൻസർ എത്ര വരിക? -126 ആണ്. അപ്പൊ ശരിക്കുള്ള ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് വരിക -126 ആണ്. 130 അല്ല പ്രിന്റ് ചെയ്യുക. കാരണം 0 to 127 വരെയുള്ള പോസിറ്റീവ് വാല്യൂ വരെ നമുക്ക് റേഞ്ച് ഇല്ല. അത് കഴിഞ്ഞാൽ ഓവർഫ്ലോ ആണ് സംഭവിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. 127 കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുക -128 ആണ്. പിന്നെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -127 കിട്ടും. പിന്നെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -126, പിന്നെ -125, പിന്നെ ആഡ് ചെയ്ത് പോയി -1 ആയി. പിന്നെ 1 ആഡ് ചെയ്താൽ 0, പിന്നെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1, പിന്നെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോയി 126 കിട്ടും. പിന്നെ വീണ്ടും 127, പിന്നെ വീണ്ടും 1 ആഡ് ചെയ്താൽ -128. അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ വാല്യൂന്റെ ഉള്ളിലുള്ള സർക്കിൾ, അതായത് 0 to 127 -1 to 128, ഈ ഒരു വാല്യൂന്റെ ഉള്ളിലുള്ള സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു വാല്യൂ വരികയാണെങ്കിൽ ഓവർഫ്ലോ വാല്യൂ വരിക, അല്ലെങ്കിൽ അണ്ടർഫ്ലോ വാല്യൂ വരിക. അതായത് 127 വലിയ വാല്യൂ വരിക, 128, 129, 130 അതൊക്കെ ഓവർഫ്ലോ ആണ്. അതേപോലെ -128 താഴെയുള്ള വാല്യൂ വരിക, -129, -130, -131 അതൊക്കെ അണ്ടർഫ്ലോ ആണ്. അപ്പൊ അങ്ങനെ ഒരു വാല്യൂ വരുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് വ്യത്യാസം വരും. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള മാർഗ്ഗമാണ്. ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ആ പോസിറ്റീവ് വാല്യൂയിൽ നിന്ന് -256 കുറയ്ക്കുക. ഈ 256 വരാൻ കാരണം നമ്മുടെ ക്യാരക്ടറിൽ 8 ബിറ്റ് ഉള്ളത്. അപ്പൊ 2⁸8 അതാണ് ഇതിന്റെ റീസൺ. നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് അതിക്ക് ചെക്ക് ചെയ്യാം. GCC program.c അടിച്ചു, അതിനുശേഷം റൺ ചെയ്തു. അപ്പൊ അതിന്റെ ആൻസർ എത്ര? -126 എന്നാണ് കിട്ടിയത്. ഞാൻ വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ക്യാരക്ടർ നം ഇസ് ഈക്വൽ ടു -140 കൊടുത്തിരിക്കുക, -140. അതിനുശേഷം ഞാൻ printf കൊടുത്ത് പ്രിന്റ് ചെയ്യണം. printf നം is equal to %d വെച്ചിട്ട് പ്രിന്റ് ചെയ്യാൻ. നം അല്ല വേരിയബിൾ നെയിം. അപ്പൊ നം എന്ന് കൊടുത്തു, കോമയാണ് കൊടുക്കേണ്ടത്, കോമ നം കൊടുത്തു, അതിനുശേഷം അവസാനിപ്പിച്ചു. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എത്ര കിട്ടുക? അവിടെ ഞാൻ -140 ആണ് കൊടുത്തിട്ടുള്ളത്. -140 നമ്മുടെ റേഞ്ചിൽ ഉണ്ടാ ഇല്ല, -1 to -128 വരുന്നുണ്ട്. ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ 256 നമ്മൾ 140 കുറയ്ക്കുക, അതായത് 250 140 കുറയ്ക്കുക. അപ്പൊ കിട്ടുന്ന പോസിറ്റീവ് ആയിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്. 256 140 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 116 എന്നാണ് ഇതിന്റെ ആൻസർ കിട്ടുക. 256 140 കുറച്ച് കഴിഞ്ഞാൽ 116 ആണ് ആൻസർ കിട്ടുക. ഇതിന്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ 116 ആണ് കിട്ടുക. നമ്മൾ ക്യാരക്ടർ ചെയ്തുകൊണ്ട് ഉള്ള വാല്യൂ 130 ആണെങ്കിൽ അതിൽ നിന്ന് 256 കുറയ്ക്കുക. ഇവിടെ ഉള്ള വാല്യൂ -140 ആണ്. അപ്പൊ അത് കിട്ടണമെങ്കിൽ 256 ജസ്റ്റ് 140 കുറച്ച് കഴിഞ്ഞാൽ മതി. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് കിട്ടണമെങ്കിൽ ജസ്റ്റ് സേവ് ചെയ്യണം പ്രോഗ്രാം. അതിനുശേഷം ഇവിടെ ജസ്റ്റ് കമ്പയർ ചെയ്യാം. GCC program.c. അപ്പൊ നമുക്കൊരു വാർണിംഗ് വരും. ക്യാരക്ടർ CH is equal to -140 ഓവർഓൾ ഇൻ കൺവേർഷൻ എന്തെങ്കിലും വാർണിംഗ് ആണ്, എറർ ഇല്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കിയൊക്കെ എന്താ ഔട്ട്പുട്ട് വരുന്നത്. ഞാൻ ജസ്റ്റ് റൺ ചെയ്തപ്പോൾ കണ്ട ക്യാരക്ടർ CH -126, ഇവിടുത്തെ വാല്യൂ -126, നമ്മിന്റെ വാല്യൂ 116. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ നോക്കി നോക്കാം. ഇതിനെന്താ ഇന്റ് മെയിൻ, അതിനുശേഷം 4 വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അൺസൈൻഡ് ഇന്റ് കൗണ്ട് 1, സൈൻഡ് ഇന്റ് കൗണ്ട് 2, അൺസൈൻഡ് ക്യാരക്ടർ കൗണ്ട് 3, സൈൻഡ് ക്യാരക്ടർ കൗണ്ട് 4. അൺസൈൻഡ് പറഞ്ഞാൽ നമ്മുടെ സൈസിൽ മാറ്റം വരുത്തില്ല. ആ വാല്യൂവിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് വാല്യൂ ആണോ അത് നെഗറ്റീവ് വാല്യൂ ആണോ അത് മാത്രമാണ് ഈ അൺസൈൻഡ് സൈൻഡ് മോഡിഫയറിന്റെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ നമ്മൾ എന്തുട്ടാ പ്രിന്റ് ചെയ്യുന്നത്? സൈസ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. ആ വേരിയബിൾ എന്തുട്ടാ? അൺസൈൻഡ് ഇന്റ്. അപ്പൊ അത് ഇന്റിജർ ആണ്. ഇന്റിജറിന്റെ സൈസ് എത്രയാ? 4 byte. അടുത്ത എന്തുട്ടാ പ്രിന്റ് ചെയ്യുന്നത്? സൈസ് ഓഫ് സൈൻഡ് ഇന്റ്. സൈൻഡ് ഇന്റിന്റെ സൈസ് എത്രയാ? 4 byte ആണ്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ അൺസൈൻഡ് ക്യാരക്ടറിന്റെ സൈസ് എത്രയാ? 1 byte. സൈൻഡ് ക്യാരക്ടർ ആണെങ്കിലും അതിന്റെ സൈസ് എത്രയാ? 1 byte. ആ പ്രോഗ്രാം ഞാൻ ജസ്റ്റ് റൺ ചെയ്യണം. GCC program.c ജസ്റ്റ് റൺ ചെയ്തു. അതിനുശേഷം അതിന്റെ ഔട്ട്പുട്ട് അപ്പൊ എത്ര കിട്ടി? കൗണ്ട് 1 is 4 byte, കൗണ്ട് 2 is 4 byte, കൗണ്ട് 3 is 1 byte, കൗണ്ട്
3 is 1 byte. അതായത് ഇത് കൗണ്ട് 3 അല്ല, ഇത് കൗണ്ട് 4 ആണ്. സൈൻഡ് ക്യാരക്ടർ അല്ലേ, അപ്പൊ ഇത് ജസ്റ്റ് കൗണ്ട് 4. ഏതായാലും സെയിം ആണ്, കൗണ്ട് 4 1 byte എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അതിലൊന്ന് മനസ്സിലായി, സൈൻഡും അൺസൈൻഡും സൈസ് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. അപ്പൊ ഈ ഔട്ട്പുട്ട് ഇൻഡിജർ ആണെങ്കിൽ അതിന്റെ സൈസ് എത്രയാണ്? 4 byte. സൈൻഡ് ആണെങ്കിൽ അതിന്റെ സൈസ് 4 byte. ക്യാരക്ടർ ആണെങ്കിൽ അതിന്റെ സൈസ് 1 byte. ഇവിടെ സൈൻഡ് ക്യാരക്ടർ ആണെങ്കിൽ 1 byte. അപ്പൊ സൈൻഡ് ക്യാരക്ടറിനെയും അൺസൈൻഡ് ക്യാരക്ടറിന്റെ ഒക്കെ സൈസ് 1 byte ആണ്. അതുപോലെ സൈൻഡ് ഇന്റിന്റെയും അൺസൈൻഡ് ഇന്റിന്റെ സൈസ് 4 byte ആണ്. ഈ പ്രോഗ്രാമിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് അടുത്ത ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്ന് നോക്കാം. ഞാൻ ആദ്യം ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഇന്റ് ഷോർട്ട് ഇന്റ് കൗണ്ട് 1, പിന്നെ ഇന്റ് ലോങ് കൗണ്ട് 2. ഷോർട്ട് എന്ന വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഷോർട്ട് എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഷോർട്ട് എന്ന മോഡിഫയർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇന്റിജറിന്റെ സൈസ് എത്ര? 4 byte. ഷോർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹാഫ് ബൈറ്റ് ആയിട്ട് അത് മാറും. അപ്പൊ ഇതിന്റെ സൈസ് എത്രയാണ്? ഇതിന്റെ സൈസ് 2 byte ആണ് വരിക. ഈ വേരിയബിളിന്റെ സൈസ് 2 byte ആണ്. അടുത്ത എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്? ലോങ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ലോങ് വേരിയബിളിന്റെ GCC കമ്പൈലറിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 8 byte ആണ്, അതായത് ഇരട്ടി ആയിട്ടാണ് വരിക. ഇന്റിജറിന്റെ സാധാരണ സൈസ് 4 byte ആണ്. അപ്പൊ ഇതിക്ക് ഇരട്ടി ആകുമ്പോൾ എത്ര ബൈറ്റ് വരിക? 8 byte എന്നാണ് അതിന്റെ ആൻസർ വരിക. ഞാൻ അടുത്ത് വന്നിട്ട് ഷോർട്ട് കൗണ്ട് കൊണ്ട് ജസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്താലും അതിന്റെ മീനിങ് പറഞ്ഞാൽ ഷോർട്ട് ഇന്റ് കൗണ്ട് തന്നെയാണ്. ഇതിന്റെ ജസ്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഇന്റ് കൗണ്ട് 3 എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ അതിന്റെയും സൈസ് എത്ര വരിക? 2 byte എന്ന് വരിക. ഷോർട്ട് കീവേഡ് യൂസ് ചെയ്ത സൈസ് 2 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഈ 3 വേരിയബിളിന്റെ സൈസ് GCCയിൽ നമ്മുടെ 2 byte, 8 byte, 2 byte എന്ന് വരിക. ഞാൻ ജസ്റ്റ് ഇവിടെ കമ്പൈൽ പ്രിന്റ് എഫ് യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യണം. ഷോർട്ട് ഈസ് %ZDU. %ZDU യൂസ് ചെയ്യാൻ കാരണം നമ്മുടെ 32-bit ആർക്കിടെക്ചറിലും 64-bit ആർക്കിടെക്ചറിലും ഈ ഒരു ഫോർമാറ്റ് സ്പെസിഫയർ വർക്കിംഗ് ആണ്. അത് അതായത് പോർട്ടബിൾ ആണ്, അതുകൊണ്ടാണ് %ZDU യൂസ് ചെയ്യുന്നത്. സൈസ് ഓഫ് ഷോർട്ട് ഇന്റ്, ഇതിന്റെ ആൻസർ എത്ര വരിക? ഷോർട്ട് ഇന്റ്. അപ്പൊ 2 byte ഇവിടെ വരും. ഇവിടെ എത്രയാണ്? ഇന്റ് ലോങ് ഈ വേരിയബിളിന്റെ സൈസ് അപ്പൊ എത്ര വരിക? 8 byte എന്ന് വരും. പിന്നെ അതിന്റെ സൈസ് ഓഫ് ഷോർട്ട്, അതിന്റെ സൈസ് എത്ര വരിക? 2 byte എന്ന് വരും. ഈ പ്രോഗ്രാം ആദ്യം ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം ഇവിടെ കമ്പൈൽ ചെയ്യണം. GCC program.c കമ്പൈൽ ചെയ്തു, അതിനുശേഷം റൺ ചെയ്തു. അപ്പൊ 2 byte, 8 byte, 2 byte കണ്ട. ഷോർട്ട് ഈസ് 2 byte, ലോങ് ഇന്റ് ഈസ് 8 byte, ഷോർട്ട് ഈസ് 2 byte. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. ഇനി നമുക്ക് അടുത്തൊരു പ്രോഗ്രാം നോക്കി നോക്കാം. ഇവിടെ ഞാൻ അൺസൈൻഡ് ഷോർട്ട് കൗണ്ട് 1 കൊണ്ടൊരു വേരിയബിൾ ചെയ്തിട്ടുണ്ട്. അതായത് അൺസൈൻഡ് ഷോർട്ട് കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് പറഞ്ഞാൽ അൺസൈൻഡ് ഷോർട്ട് ഇന്റ്. ഈ വേരിയബിൾ പറഞ്ഞാൽ ഷോർട്ട് എന്ന വേരിയബിൾ ഇന്റിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വേരിയബിൾ പറഞ്ഞാൽ ഷോർട്ട് ഇന്റ് ആണ്. ഷോർട്ട് ഇന്റ് എന്ന് പറഞ്ഞാൽ ഇന്റിന്റെ സാധാരണ സൈസ് എത്ര? 4 byte ആണ്. അതിനെ ഷോർട്ട് കീവേഡ് യൂസ് ചെയ്താൽ അതിന്റെ പകുതിയാവും. അതാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2 byte ആണ് നമ്മുടെ GCC കമ്പൈലറിൽ വരിക. ഞാൻ ഇവിടുത്തെ നോക്കി നോക്കാം. ഇവിടുത്തെ എന്താണ് നമ്മൾ കീവേഡ് യൂസ് ചെയ്തിട്ടുള്ളത്? സൈൻഡ് ലോങ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്താലും അതിന്റെ മീനിങ് പറഞ്ഞാൽ സൈൻഡ് ലോങ് ഇന്റ് ആണ്. സൈൻഡ് ലോങ് ഇന്റ് ആണ്. അപ്പൊ ലോങ് എന്ന വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ സൈസ് ഡബിൾ ആവും. നമ്മുടെ ഇപ്പൊ GCC കമ്പൈലർ നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ട്. ഇന്റിജറിന്റെ സൈസ് എത്ര? 4 byte ആണ് GCC. അപ്പൊ ഡബിൾ ആവുമ്പോൾ 8 byte. ശരിക്കും കമ്പൈലർ ഡിപ്പെൻഡന്റ് ആണ്, നമ്മൾ മുന്നേ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ കിട്ടിയുള്ളത് 8 byte ആണ്. അപ്പൊ ഈ വേരിയബിളിന്റെ 8 byte ആണ്. അടുത്തത് ഷോർട്ട്, വീണ്ടും ഷോർട്ട് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഷോർട്ട് സൈൻഡ് പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്താ? ഷോർട്ട് സൈൻഡ് ഇന്റ് എന്നാണ്. ഷോർട്ട് സൈൻഡ് ഇന്റ്, ഇതാണ് ആ വേരിയബിളിന്റെ മീനിങ്. ഷോർട്ട് സൈൻഡ് ഇന്റ്. അപ്പൊ അതിന്റെ സൈസ് എത്ര വരിക? അതിന്റെ സൈസ് 2 byte തന്നെയാണ് വരിക. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എത്ര വരിക? കൗണ്ട് 1 ഈസ് സൈസ് ഓഫ് കൗണ്ട് 1 എന്ന് പറഞ്ഞാൽ അതിന്റെ 2 byte എന്ന് വരും. അടുത്തതിന്റെ സൈസ് എത്ര വരിക? കൗണ്ട് 2ന്റെ 8 byte എന്നാ വരിക. കൗണ്ട് 3ന്റെ 2 byte എന്ന് വരിക. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് 2, 8, 2 എന്നാ വരിക. ജസ്റ്റ് ആ പ്രോഗ്രാം സേവ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് GCC program.c കമ്പൈൽ ചെയ്തു. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 2 byte, 8 byte, 2 byte. ഇതാണ് നമ്മൾക്ക് മോഡിഫയേഴ്സ് ആൻഡ് ക്വാളിഫയേഴ്സിലുള്ള പ്രോഗ്രാംസ്.